ഹായ് എല്ലാവർക്കും ന്യൂസ്മാക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല തന്നെ വില ലഭിക്കാവുന്ന തിരുവിതാംകൂർ സ്റ്റാമ്പുകളുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഡീറ്റെയിൽസ് അല്ല കുറച്ച് സ്റ്റാമ്പുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്നാൽ ഡീറ്റെയിൽസ് പരിചയപ്പെടുത്തണമെങ്കിൽ ഈ ഒരു വീഡിയോയിൽ തികയത്തില്ല. അപ്പോൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങുന്ന വീഡിയോസ് ഞാൻ മുന്നിലേക്ക് വരുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്കും വർഷങ്ങൾക്കും മുന്നേ ആഡ് ചെയ്ത സ്റ്റാമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാമ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു തിരുവിതാംകൂർ സ്റ്റാമ്പുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ തിരുവിതാംകൂർ സ്റ്റാമ്പുകളൊക്കെ വെച്ചിരിക്കുന്ന ഒരു ബോക്സിലാണ്. അത്യാവശ്യം വലിയൊരു ബോക്സാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും. ബോക്സിൽ നല്ലപോലെ സ്ലീവൊക്കെ ഇട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് ഫുള്ളായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. എന്തെന്നാൽ ട്രൈപ്പോഡ് വഴി നമുക്കൊരു പരിമിതമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ബോക്സ് ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവിതാംകൂർ സ്റ്റാമ്പുകൾ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് നമ്മുടെ തിരുവിതാംകൂറിലെ 4 ബ്ലോക്ക് സ്റ്റാമ്പ്സ് ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങളും അതുപോലെ തന്നെ നല്ല വില കിട്ടുന്ന സ്റ്റാമ്പുകളാണ്. അത്യാവശ്യം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റാമ്പുകളാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും. ചക്രം അര എന്ന് പറയുന്ന തിരുവിതാംകൂറിലെ സ്റ്റാമ്പാണ്. ഇതിലെ സീലുകളായാലും ഒരുപാട് വെറൈറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എൻ്റെ ഒരു സ്റ്റാമ്പ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടുപോവുക. ഇതൊക്കെ ഞാൻ കളക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 4 ബ്ലോക്ക് ഉണ്ട്, 2 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇത് 2 സ്റ്റാമ്പുകൾ ചേർന്നിരിക്കുന്നതുകൊണ്ട് ഇതിനെ 2 ബ്ലോക്ക് സ്റ്റാമ്പ്സ് എന്ന് പറയും. അതുപോലെ തന്നെ 4 ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 4 സ്റ്റാമ്പുകൾ ചേർന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കൊച്ചിൻ അഞ്ചലിൻ്റെ സ്റ്റാമ്പ്സും ഉണ്ട്. അപ്പോൾ ഇത് കൊച്ചിൻ അഞ്ചലിൻ്റെ സ്റ്റാമ്പാണ്, 4 ബ്ലോക്ക് സ്റ്റാമ്പാണ്. കൊച്ചിൻ അഞ്ചലിൻ്റെ 4 ബ്ലോക്ക് സ്റ്റാമ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും TC എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയത് ഇതിൽ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരു സീലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൊച്ചിൻ അഞ്ചലിൻ്റെ സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ ഇത് തിരുവിതാംകൂറിലെ 4 ബ്ലോക്ക് സ്റ്റാമ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി സ്റ്റാമ്പൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കൊച്ചിൻ അഞ്ചലിലെ തന്നെ ക്വാർട്ടർ ഫീസ് സ്റ്റാമ്പാണ്. 8 എന്ന് പറയുന്ന സ്റ്റാമ്പാണ്. ഇത് ഏകദേശം 50ഓളം സ്റ്റാമ്പ് എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയായിരുന്നു. എനിക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് കവറിലൊക്കെ അങ്ങ് വെച്ചിരിക്കുന്നതാണ്. ഇത് സ്ലീവിലാക്കിയിട്ടില്ല. കുറച്ച് സമയപരിമിതി ഉള്ളതുകൊണ്ട് തീർച്ചയായും ഇത് സ്ലീവിലൊക്കെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇത് കൊച്ചിൻ അഞ്ചലിൻ്റെ ചൂപ്പുത്തൻ എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. റയറായിട്ടുള്ള സ്റ്റാമ്പാണ്. അത്യാവശ്യം നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഏകദേശം 200 രൂപ മുതൽ 300 രൂപ വരെ വാല്യൂ ലഭിക്കുന്ന നല്ലൊരു റയറായിട്ടുള്ള സ്റ്റാമ്പാണ്. അത്യാവശ്യം നല്ലൊരു ഡിമാൻഡുള്ള സ്റ്റാമ്പാണ്. അതുപോലെ തന്നെയാണ് ഇത് തിരുവിതാംകൂർ അഞ്ചലിൻ്റെ സ്റ്റാമ്പാണ്. ഈ ഒരു സ്റ്റാമ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേകതകൾ അടങ്ങുന്ന വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ വഴി ചെയ്തിരുന്നതാണ്. 2 സ്റ്റാമ്പിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കൊച്ചിൻ അഞ്ചലിൻ്റെ 3 പൈ എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. ഇതും റയർ കാറ്റഗറി വരുന്ന സ്റ്റാമ്പാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു ഡിമാൻഡ് വരുന്ന സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് തിരുവിതാംകൂറിൻ്റെ സ്റ്റാമ്പാണ്. തിരുവിതാംകൂറിൻ്റെ 3 ചക്രം എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. സ്വാതിരുന്നാൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡ് ഫേസ് വരുന്ന സ്റ്റാമ്പാണ്. അത്യാവശ്യം വാല്യൂ ഉള്ള ഏകദേശം ഒരു 400 രൂപ 600 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ ഈ ഒരു സ്റ്റാമ്പ് വരുന്നുണ്ട്. നല്ലൊരു കണ്ടീഷൻ സ്റ്റാമ്പിന്. അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റാമ്പ് കൊച്ചിൻ അഞ്ചലിൻ്റെ ഈ ഒരു സ്റ്റാമ്പ് കൊച്ചിനവലയുടെ ആ ഒരു പിക്ചർ വരുന്ന സ്റ്റാമ്പാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് വരുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സ്റ്റാമ്പ് ഈ ഒരു സ്റ്റാമ്പാണ്. ടെമ്പിൾ എൻട്രി സ്റ്റാമ്പാണ്. ഇതിലൊരു 4 ഡിഫറൻറ്റ് വെറൈറ്റി വരുന്നുണ്ട്. 4 ഡിഫറൻറ്റ് വെറൈറ്റിക്കും അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട്. ഈ ഒരു 4 ഡിഫറൻറ്റ് വെറൈറ്റി വരുന്ന സ്റ്റാമ്പിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 600 രൂപ മുതൽ 1200 രൂപ വരെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. ഇതിൽ ഡിഫറൻറ്റ് വാല്യൂ ഒക്കെയാണ് വരുന്നത്. ഇത് വന്നിട്ട് 3 ചക്ര സ്റ്റാമ്പാണ്. ഇനി അടുത്ത് കളറിലായാലും നമുക്ക് വാല്യൂലായാലും ഡിഫറൻറ്റ് വരുന്നുണ്ട്. ഇത് 3 ചക്ര സ്റ്റാമ്പാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതൊരു 12 ക്യാഷ് എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് ഇതും ഒരുപാട് ഞാൻ എക്സ്ട്രാ പീസൊക്കെ മേടിച്ചിട്ടുണ്ട്. എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഡിഫറൻറ്റ് വെറൈറ്റിയിലും ഡിഫറൻറ്റ് കളേഴ്സിലൊക്കെ വരുന്ന സ്റ്റാമ്പാണ്. അതിൻ്റെ ഒരുപാട് സ്റ്റാമ്പ്സൊക്കെ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മൾ നേരത്തെ 2 വെറൈറ്റി പരിചയപ്പെടുത്തു. ഇത് 6 കാശ് എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ ഇത് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട 3 ചക്രം എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. ഇതിൽ തന്നെ ഒരു റയർ കാറ്റഗറി വരുന്ന കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റാമ്പാണ് ഈ ഒരു സ്റ്റാമ്പ്. 1.5 ചക്രം എന്ന് പറയുന്ന ഗ്രീൻ കളറിൽ വരുന്ന അതായത് തിരുവിതാംകൂർ ബാലരാമവർമ്മ മഹാരാജ അദ്ദേഹത്തിൻ്റെ ഹെഡ് ഫേസ് വരുന്ന 1.5 ചക്രം. ഈ ഒരു സ്റ്റാമ്പ് ഇച്ചിരി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു കാറ്റഗറിയാണ്. എന്നാൽ എൻ്റെ കളക്ഷനിൽ തന്നെ എനിക്ക് ഈ ഒരു സ്റ്റാമ്പ് 1-2 മാത്രമേ ഉള്ളൂ. കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റാമ്പാണ്. അപ്പോൾ ഒരുപാട് സ്റ്റാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി വരുന്ന സ്റ്റാമ്പൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടും മുന്നേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടർ ഫീസ് സ്റ്റാമ്പും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പും അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പാണ്. നല്ലൊരു കണ്ടീഷനൊക്കെ ഏകദേശം ഒരു 200 രൂപ 250 രൂപ പ്രൈസ് റേഞ്ചൊക്കെ ഈ ഒരു സ്റ്റാമ്പിന് തന്നെ വരുന്നുണ്ട്. ഈ ഒരു സ്റ്റാമ്പിന് 90 രൂപ മുതൽ 120 രൂപയാണ് ഇപ്പോൾ മാർക്കറ്റിൽ വില വരുന്നത്.
അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സ്റ്റാമ്പൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മുന്നേ ആയിട്ട് ഒരുപാടൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന തിരുവിതാംകൂർ സംബന്ധമായിട്ടുള്ള നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, അതുപോലെ തന്നെ പോസ്റ്റ് കാർഡുകൾ ഒരുപാടൊക്കെ ഞാൻ കളക്ഷൻ ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങുന്ന വീഡിയോസൊക്കെ ഞാൻ മുന്നിലേക്ക് വരുമ്പോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.